വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അനുപല്ലവി ആണെങ്കിൽ ശാലിനിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം എന്തായും ചോദിക്കുമ്പോൾ ഉപേന്ദ്രനും സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരെ നിയന്ത്രിക്കുന്ന കുറേ ഗുണ്ടകളും ഉണ്ട്. രോഹിത്താണ് വിളിച്ച് നിർത്തിയിരിക്കുന്നത്. ഗേറ്റി വിളിക്കാനായിട്ട് മാഡത്തിൻ്റെ സ്വന്തം വസുമതി ആൻറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ, ഓ ആൻറ്റിയും ഉണ്ടോ, സത്യാമ്മയുള്ള ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും വിളിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വിഷ്ണു അല്ല, പിന്നെ രോഹിത്താണ് വിളിച്ച് നിർത്തിയിരിക്കുന്നത്. 15 കോടി 13 ലക്ഷം അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തായാലും ഇനി വിളിക്കാനായിട്ട് സാധ്യതയില്ല. മതിപ്പോലെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കയറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. എന്തായാലും വസുമതി ആൻറ്റി അവരിപ്പോൾ ബ്ലോക്ക് ചെയ്യും എന്നിങ്ങനെ അനുപല്ലവി പറയുന്നുണ്ട്. അന്നേരം എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ അന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. വിഷ്ണുവേട്ടനെ എന്തായാലും ഇതൊന്നും അറിയിച്ചിട്ടില്ല, അറിഞ്ഞാലും വിഷമമാവും എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാൻ മേഡം, അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത്. നമ്മളെ കൊണ്ട് കൂടിയാൽ കൂട്ടില്ല, അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന വസുമതിയുടെ അടുത്തേക്ക് ആദ്യം സുസ്മിത ചെല്ലുകയാണ്. അന്നേരം വസുമതി എൻ്റെ നല്ല ഫോമിലാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, എന്താ നിങ്ങൾക്ക് മാത്രം ഫോം ആയാൽ മതിയോ, എനിക്കും കുറച്ചുകൂടി ഫോം ആവണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇത് ലേലത്തിൽ പിടിക്കാൻ തന്നെയാണോ ഉദ്ദേശം എന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ, അതെ അത് തന്നെയാണ് ഉദ്ദേശം, അതിനു വേണ്ടിയിട്ടുള്ള പണവും കരുതിയിട്ടുണ്ട്, വേണ്ടപ്പെട്ടവരോട് അതിനുള്ള രേഖകളെല്ലാം കൊടുത്തിട്ടുമുണ്ട് എന്നിങ്ങനെ വസുമതി സംസാരിക്കുമ്പോൾ ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടി അവിടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉപേന്ദ്രൻ പറയുകയാണ്, എന്നിട്ട് ഈ വീട് അങ്ങോട്ട് ലേലത്തിൽ പിടിച്ചിട്ട് എന്തിനാ മകനും മരുമകളോടൊപ്പം ഇവിടെ സുഖമായിട്ട് അങ്ങോട്ട് താമസിച്ചിട്ട് സത്യഭാമയുടെ ഒരു മധുര പ്രതികാരം ചെയ്യാനാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഉപേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, അതിനു വേണ്ടിയാണോ അതോ ഇനി മരുമകനെ വെള്ള പുതപ്പിച്ച് മുമ്പിൽ കിടക്കുന്നത് കാണണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വസുമതി ഒന്ന് ഞെട്ടുകയാണ്. അതല്ലെങ്കിൽ മകനും മരുമകളും കൂടി ഒരു കാർ ആക്സിഡൻറ്റിൽ പിന്നെ ചതഞ്ഞരയുന്നത് കാണണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വസുമതി ആകെ പേടിക്കുകയാണ്. തുടർന്ന് പറയുന്നത്, അങ്ങോട്ട് നോക്കിക്കേ, അവരൊക്കെ ഇവിടെ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ആൾക്കാരാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറേ ഗുണ്ടകൾ അപ്പുറം സൈഡിൽ നിൽക്കുന്ന കാണിച്ചു കൊടുക്കുന്നുണ്ട്. കത്തിയൊക്കെ ആയിട്ട് അവരിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ വസുമതിക്ക് ആകപ്പാടെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് ഉപേന്ദ്രൻ തന്നെ പറയുകയാണ്, മലേഷ്യയിൽ നിന്ന് ഉപേന്ദ്രൻ ഇങ്ങോട്ടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീടും ഈ ഏക്കർ കണക്കിന് സ്വത്തും അതൊക്കെ കൈക്കലാക്കാൻ വേണ്ടി തന്നെയാണ്. അതിനെതിരെ ആര് നിന്നാലും ആരെയും ഞാൻ വെച്ചേക്കില്ല, പറയുന്നത് ചെയ്യുന്ന ഉപേന്ദ്രനാണ് ഈ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വസുമതി ആകെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ സുസ്മിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്ത് പറയുന്നു വസുമതി ആൻറ്റി, വീട് പറ്റിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, മാറി നിൽക്കും മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചന്ദ്രബോസും പറയുകയാണ്, പിന്നെ ഇവരെല്ലാം ഞങ്ങൾ ആരെയും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, നിൻ്റെ മകൻ വക്കീലാണെന്നുള്ളതൊന്നും ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, ഒന്ന് അമർത്തി പിടിച്ചാൽ ശ്വാസം തീരാവുന്നതേ ഉള്ളൂ, ഏത് വക്കീലായാലും മകനെ വെള്ള പതപ്പിച്ച് കാണണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ എന്ന് പറയുകയാണ്. അന്നേരം വസുമതി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്താ നിൻ്റെ ഉദ്ദേശം, പറയടി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വേണ്ട, ഞാൻ പൊയ്ക്കോളാം, എൻ്റെ മകനെ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസും ബാക്കി എല്ലാവരും അങ്ങോട്ട് ചിരിക്കുകയാണ്. തുടർന്ന് വസുമതി ആണെങ്കിൽ ആകെ പേടിച്ച് അവിടെ നിന്നും കാറി കയറി പോകുന്നുണ്ട്. അന്നേരം ഇത്രയേ ഉള്ളൂ കാര്യം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. തുടർന്ന് നമുക്ക് അങ്ങോട്ടത്തേക്ക് നീങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ആ ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ്. തുടർന്ന് അനുപല്ലവി വിളിച്ച് ശാലിനിയോട് പറയുന്നുണ്ട്, പിന്നെ എതിരില്ലാതെ ഇനിയിപ്പോൾ അവർ വിജയിക്കാൻ തന്നെ പോവുകയാണ്. വസുമതി ആൻറ്റിയും ചൊല്ലിട്ട് പോയി, അവർ ഒഴിവാക്കിയിരിക്കുക തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു രോഹിത് വിളിച്ച ആ തുകയ്ക്ക് തന്നെ ലേലം ഉറപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് ആകെപ്പാട് വിഷമം വരികയാണ്. ശാലിനി ഒന്നും അങ്ങോട്ടത്തേക്ക് പറയുന്നില്ല. അന്നേരം മാഡം എന്ന് വിളിക്കുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അവിടെ രോഹിത്ത് വിളിച്ച് നിർത്തിയെടുത്ത് നിന്നുകൊണ്ട് ലേല നടപടികൾ പുനരാരംഭിക്കുന്നുണ്ട്. രോഹിത്ത് എന്നയാൾ വിളിച്ച് നിർത്തിയെടുത്ത് 15 കോടി 13 ലക്ഷം രൂപ, ഒരു തരം 2 തരം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം വേറെ ആരും വിളിക്കുന്നില്ല. ഉപേന്ദ്രൻ എഴുന്നേറ്റ് ചെന്ന് ADM-നോട് ജോൺ അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഇനി ആരും വിളിക്കാനൊന്നുമില്ല, അങ്ങോട്ട് ഉറപ്പിച്ചോ എന്ന് പറയുകയാണ്. അന്നേരം എന്നാലും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം, ഒന്നുകൂടി വിളിച്ച് ഉറപ്പിക്കാമെന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും 1 തരം 2 തരം എന്ന് പറഞ്ഞ് ഈ സംഖ്യ വിളിക്കുമ്പോൾ പിന്നെ അവിടെ വേറൊരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ സുബൈർക്കായാണ് വരുന്നത്. സുബൈർക്കായും വേറൊരാളും കൂടി വന്നിട്ട് വഴിയിൽ നിന്നുകൊണ്ട് തന്നെ വിളിക്കുന്നുണ്ട്, 15 കോടി 14 ലക്ഷം രൂപ എന്നിങ്ങനെ വിളിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടത്തേക്ക് നോക്കിയാണ്. തുടർന്ന് അവിടെ വന്ന ഓഫീസർമാരോട് പറയുന്നുണ്ട്, ഞാൻ സുബൈർ ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്നുണ്ട്, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ആ പൈസ ഇടങ്ങുന്ന ബാഗൊക്കെ കയ്യിലുണ്ട്. അതൊക്കെ ആയിട്ട് വന്ന് രോഹിത്തിൻ്റെ അടുത്തേക്ക് തന്നെ അങ്ങോട്ട് ഇരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ വീണ്ടും ഈ 15 കോടി 14 ലക്ഷം എന്നും പറഞ്ഞ് അവർ വിളിച്ചു തുടങ്ങുമ്പോൾ സുസ്മിതയാണെങ്കിൽ ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂതം ആരാണെന്ന്. ചന്ദ്രബോസാണ് ചോദിക്കുന്നത്, പുതിയ അവതാരം ആരാണെന്ന്.
അന്നേരം സുസ്മിത പറയുന്നുണ്ട്, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇയാളുടെ ലോറിയിലാണ് വിഷ്ണു ഇപ്പോൾ ഡ്രൈവറായിട്ട് പോകുന്നത്. അന്നേരം അപ്പോൾ ലേലം വീട് തിരിച്ചു പിടിച്ച് ഡ്രൈവറെ ഏൽപ്പിക്കാനുള്ള പുറപ്പാടിലായിരിക്കും വന്നിരിക്കുന്നതെന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുകയാണ്. അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട്, അപ്പോൾ ഇവനും കൂടി അകത്തളത്തിൽ ഇരിക്കാനുള്ളൊരു സീറ്റ് ഉണ്ടാക്കി വെക്കുകയാണ് വേണ്ടത്. എന്തായാലും അവനെ അങ്ങ് തീർത്ത് കളയാം, മുന്നിൽ തടസ്സം നിൽക്കുന്ന ആരെയും നമുക്കങ്ങ് തീർക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഇറച്ചിയിൽ മണ്ണ് പറ്റാനായിട്ട് ഓരോന്നിങ്ങനെ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്നോളും, ആയുസടങ്ങാതെ ചാവാനാണ് വിധിയെങ്കിൽ തീർക്കാനേ വഴിയുള്ളൂ എന്ന് ഉപേന്ദ്രനും പറയുകയാണ്. അന്നേരം സുസ്മിത അത് ശരിവെക്കുന്നുണ്ട്. നമ്മൾ കോടികൾ വാരി എറിഞ്ഞ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക തന്നെയാണ്, അതിൽ മുന്നിൽ നിൽക്കുന്ന ആരായാലും ഈ ഭൂമിയിൽ ജീവനോടെ വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇവരുടെ സംസാരമൊക്കെ അനുപല്ലവി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അനുപല്ലവി ഇതൊക്കെ കേട്ടതിന് ശേഷം ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം എന്തായി കാര്യങ്ങളെന്ന് ശാലിനി വീണ്ടും ചോദിക്കുമ്പോൾ ഇങ്ങനെ ബസുമതി ആൻറ്റി പിന്മാറിയതിന് ശേഷം ഉറപ്പിക്കും, ലേലം രോഹിത്തിന് ഉറപ്പിക്കും എന്നൊരു മട്ടിൽ നിൽക്കുമ്പോൾ സുബൈർ എന്നൊരു ലോറി മുതലാളി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി അങ്ങ് ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. സുബൈർക്കായോ? അത് വിഷ്ണുവേട്ടൻ ലോറി ഓട്ടിക്കുന്നതെന്ന് പറയുമ്പോൾ അതേ സുബൈർക്ക തന്നെയാണ്, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ സുബൈർക്ക വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഗുഡ് ന്യൂസ് ആണ്, എങ്കിൽ ഈ വീട് വാങ്ങി വിഷ്ണുവേട്ടൻ നൽകാൻ തന്നെയായിരിക്കും, അപ്പോൾ സന്തോഷം ങ്ങളൊക്കെ തിരികെ നൽകുകയാണല്ലോ എന്ന് പറഞ്ഞ് ശാലിനി ആദ്യം ഒന്ന് സന്തോഷിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് അനുപല്ലവി പറയുന്നുണ്ട്, പക്ഷേ ചെറിയ പ്രശ്നമുണ്ട് മാഡം, അവരിപ്പോൾ പിന്നെ ഈ സുബൈർക്കായെ ലോക്ക് ചെയ്യും, പിന്നെ പണം കൊണ്ട് തുക കൂട്ടി വിളിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ അവരിപ്പോൾ ഗുണ്ടായുസം പുറത്തെടുക്കും, സുബൈർക്കായുടെ ജീവന് പോലും ഭീഷണിയാണ്, അതിപ്പോൾ അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഇവിടെ എന്ത് നടക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ വിഷ്ണുവേട്ടന് വിവരം അറിയിക്കാം, പിന്നെ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടാണല്ലോ സുബൈർക്ക അവിടെ വന്നിരിക്കുന്നത്, അപ്പോൾ സുബൈർക്കായുടെ ജീവന് ആപത്തുണ്ടാകാനായിട്ട് പാടില്ല, വിഷ്ണുവേട്ടൻ വന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ, വിഷമാവും എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്, എന്തായാലും ഞാൻ വിഷ്ണുവേട്ടനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ വിഷ്ണുവും കമലിനും കൂടെ ഒരു സ്ഥലത്ത് ലോറി ഇങ്ങനെ വണ്ടി കഴുകുന്ന ഒരു ശ്രമത്തിലാണ്. ലോറിയുടെ മുകളിൽ കയറിയിരുന്ന കമലിനാണെങ്കിൽ വണ്ടി അങ്ങോട്ട് കഴുകുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണുവോട് പറയുകയാണ്, ആശാനെ ഇത് നമ്മൾ പൊന്നു പോലെ കൊണ്ട് നടക്കുകയല്ലേ, ഇത് വിട്ടെടുക്കുക എന്നുള്ളത് പിന്നെ ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്കിതങ്ങോട്ട് വാങ്ങിയാലോ എന്നിങ്ങനെ കമലിനെ ആവേശത്തിൽ സംസാരിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ ആകെ ഗതികെട്ട് നിൽക്കുകയാണല്ലോ. വിഷ്ണു പറയാണ് കഴുക് എന്നിങ്ങനെ അങ്ങോട്ട് ആക്കുകയാണ്. അന്നേരം ആ ഒരു ദേഷ്യം പിന്നെ കമലിന് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കി കമൽ അങ്ങോട്ട് തേച്ചിരച്ച് കഴുകുകയാണ് ലോറി. ഈ സമയത്താണ് ശാലിനി ഫോൺ വിളിക്കുന്നത്. ആ ശാലിനി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ഫോൺ എടുക്കുമ്പോൾ വിഷ്ണുവേട്ട ഇന്നാണ് നമ്മുടെ വീടിൻ്റെ ലേലം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വിഷ്ണുവേട്ട ചെറിയൊരു പ്രശ്നമുണ്ട്, സുബൈർക്കായാണെങ്കിൽ അവിടെ ലേലത്തിന് എത്തിയിട്ടുണ്ട്, വിഷ്ണുവേട്ടന് വീട് വാങ്ങി തിരികെ നൽകാൻ വേണ്ടി തന്നെയാണ്, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി സംഭവം പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെപ്പാട് ദേഷ്യവും കലിയും ഒക്കെ വരികയാണ്. അന്നേരം ഞാൻ ഉടനെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വിഷ്ണു പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് ബൈക്ക് സ്റ്റാർട്ടാക്കുന്നുണ്ട്. കമല കേരള പറയുകയാണ്. അന്നേരം എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതൊരു കൊട്ടേഷനാടാ, ദൈവം അറിഞ്ഞ് എനിക്ക് തന്ന കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് കമലൻ ചോദിക്കുമ്പോൾ കേരളാന്ന് ഇങ്ങനെ വിഷ്ണു അങ്ങോട്ട് അലറുകയാണ്. കമലൻ പെട്ടെന്ന് ലോറിയിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി കയറുന്നുണ്ട്. വിഷ്ണു സ്പീഡിന് വണ്ടി എടുത്ത് പോവുകയാണ്. തുടർന്ന് അവിടെ 15 കോടി 15 ലക്ഷം സുബൈർക്ക വിളിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രോഹിത്തിനോട് വീണ്ടും കയറ്റി വിളിക്കാൻ പറയുമ്പോൾ 15 കോടി 15 ലക്ഷത്തി 50 എന്നിങ്ങനെ രോഹിത്ത് വിളിക്കുകയാണ്. അന്നേരമാണെങ്കിൽ അവിടെ വീണ്ടും ആ എ ഡി എം ആണെങ്കിൽ ചന്ദ്രബോസ് എ ഡി എമ്മിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഇതെങ്ങോട്ട് കയറി പോവുകയാണ്, സുബൈറിനെ ലോക്ക് ചെയ്യാതെ ഒന്നും നടക്കില്ല, മനക്കോട്ട കിട്ടിയതൊക്കെ വെറുതെ ആകും എന്ന് പറഞ്ഞിങ്ങനെ എന്തോ ആ ഒരു ലോക്ക് ചെയ്യാൻ പറയുകയാണ്. അന്നേരം ചന്ദ്രബോസ് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. അതേപോലെ എ ഡി എം ഈ ഉപേന്ദ്രനോടും പറയുകയാണ്. അന്നേരം ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടി ആ ഗുണ്ടകളുടെ അടുത്തേക്ക് മാറിപ്പോകുന്നുണ്ട്. അന്നേരം ഇവിടെ രോഹിത്ത് വീണ്ടും 15 ലക്ഷത്തി 550 വിളിച്ചല്ലോ. അന്നേരം 15 കോടി 15 ലക്ഷത്തി 50 വിളിച്ചത് രോഹിത്ത് വിളിച്ചതിൽ നിന്നും 15 കോടി 15 ലക്ഷത്തി 500 എന്നിങ്ങനെ സുബൈർക്ക വിളിച്ചവിടെ നിർത്തുകയാണ്. തുടർന്ന് വീണ്ടും 15 കോടി 16 ലക്ഷം വിളിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ സുബൈറിന് ഒരു ഫോൺ വരികയാണ്. അന്നേരം അപ്പുറത്തേക്ക് പോയി ഉപേന്ദ്രനാണ് വിളിക്കുന്നത്. അന്നേരം സുബൈർ അല്ലേ ലോറി മുതലാളി, സുബൈർ അല്ലേ ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മകൾ നൂർജഹാൻ ഒരു വലിയൊരു അപകടത്തിലാണെന്ന് പറയുമ്പോൾ സുബൈർ അങ്ങ് ചാടി എന്നൊക്കെയാണ്. ആരാണ് വിളിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ മകളുടെ കാര്യമല്ലേ, അല്പം ആ ഒരു ബഹളത്തിൽ നിന്ന് മാറി നിൽക്കാമോ, അല്പം ശ്രദ്ധ കാണിച്ചുകൂടെയും ചോദിക്കുകയാണ്. അന്നേരം അവിടെ നിന്ന് മാറി ആ വീടിൻ്റെ പുറകുവശത്തേക്ക് വന്ന് സംസാരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ സുബൈർക്കായ്ക്ക് ആ ഭീഷണി മനസ്സിലാവുകയാണ്. തുടർന്ന് ഫോൺ വിളിച്ചുകൊണ്ട് സുബൈർക്ക് അങ്ങോട്ടത്തേക്ക് പോകാൻ നേരം കൂടെ വന്ന ആളിൻ്റെ കയ്യിൽ ആ ബാഗ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എത്ര കൂട്ടി വിളിച്ചാലും ലേലം നമുക്ക് തന്നെ ഉറപ്പിക്കണം, വിട്ടുകൊടുക്കരുത് എന്നിങ്ങനെ അയാളോട് പറഞ്ഞിട്ട് ആ പൈസ അടങ്ങുന്ന ബാഗ് അയാളുടെ കൈ കൊടുത്തിട്ട് സുബൈർക്ക് അങ്ങ് ഫോൺ വിളിച്ച് പോവുകയാണ് ആ വീടിൻ്റെ പുറകുവശത്തേക്ക്. അന്നേരം ഉപേന്ദ്രൻ പറയുന്നുണ്ട് അയാൾ ഇപ്പോൾ വരും എന്നുള്ളത്. തുടർന്ന് ചന്ദ്രബോസ് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട്, വന്ന ഉടനെ അകത്തേക്ക് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്.
തുടർന്നാണെങ്കിൽ അവിടെ വീണ്ടും 15 കോടി 17 ലക്ഷം എന്നും പറഞ്ഞ് വിളിയങ്ങ് തുടരുന്നുണ്ട് രോഹിത്തും മറ്റേ ആളും തമ്മിൽ. തുടർന്ന് സുബൈർക്ക ഇങ്ങനെ ഫോൺ വിളിച്ച് ഹലോ നമുക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഗുണ്ടകൾ ഇങ്ങനെ കൈവച്ച് മറച്ച് മുഖം പൊത്തി അങ്ങ് അകത്തോട്ടേക്ക് എന്തെങ്കിലും കൊണ്ടുപോവുകയാണ്. അന്നേരം ഉപേന്ദ്രനും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ലേലം ഉറപ്പിക്കാൻ തന്നെയാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ, ഭീഷണിപ്പെടുത്താനാണോ നിങ്ങൾ പോകുന്നത്? എന്നെ ഭീഷണിപ്പെടുത്തി പിന്മാറാൻ സാധിക്കില്ല. എന്നെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാനായിട്ട് കിട്ടിയൊരു അവസരമാണ്. ഞാനത് പിന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നെ ഒരാളെ തടഞ്ഞാലും എൻ്റെ ആളുകൾ പുറത്തുണ്ട്, അവർ ലേലം ഉറപ്പിക്കും, ആളുകൾ വന്നുകൊണ്ടേയിരിക്കും, എത്ര പേരെ നിങ്ങൾക്ക് തടയാനാകും എന്നിങ്ങനെ പറഞ്ഞ് കട്ടയ്ക്ക് സുബൈർക്ക നിൽക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് മുഖമടച്ച് ഉപേന്ദ്രൻ്റെ അടി കൊടുക്കുന്നുണ്ട്. അന്നേരം അഹങ്കാരം പറയുന്നോ നീ? പിന്നെ അതും ഈ പിന്നെ ഉപേന്ദ്രൻ്റെ അടുത്ത് പിന്നെ ഒരു രോമം പോലും വെളിയിൽ വരാതെ പെർഫെക്റ്റായിട്ട് കൊല നടത്താൻ പറ്റുന്ന ഉപേന്ദ്രനോടായിട്ടാണ് ഒരു പോലീസും ഒരു കുന്ത്രാണ്ടവും വെച്ചും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ അങ്ങോട്ട് അപ്പം മറ്റേ ആളുകളൊക്കെ ഈ സുബൈറിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് എന്നെ തടയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനെ തള്ളി മാറ്റിയിട്ട് ഈ സുബൈർക്ക് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്രബോസ് നെഞ്ചു നോക്കി ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ സുബൈർക്ക വീണ്ടും ഉപേന്ദ്രൻ്റെ കൈകളിലേക്ക് വന്ന് വീഴുകയാണ്. അന്നേരമാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് ചന്ദ്രബോസ് ആണെങ്കിൽ ഇങ്ങനെ തോക്കെടുത്ത് ഇങ്ങനെ ഇയാൾക്ക് നേരെ നീട്ടുന്നുണ്ട്. അതത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതേസമയം വിഷ്ണുവും കമലിനും കൂടി ഇങ്ങോട്ടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണു ഫോൺ എടുത്ത് കമലിൻ്റെ കുടുംബം കമലിന് ഇങ്ങനെ വിഷ്ണുവിൻ്റെ ചെവിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവരവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് അപ്പോൾ ഉള്ള കാര്യങ്ങൾ അനുപല്ലവി അവിടെ ശാലിനി വിളിച്ച് പറയുന്നുണ്ട്. സുബൈർക്ക് എങ്ങനെ ലോക്ക് ചെയ്യാൻ കൊണ്ടുപോയതൊക്കെ അതനുസരിച്ചാണ് ശാലിനി വിഷ്ണുവിനെ വിളിച്ച് പറയുന്നത്. പക്ഷെ അവർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സുബൈർക്കായെ രക്ഷിക്കാനായിട്ട് വിഷ്ണുവിന് സാധിക്കുമോ, അതിനു മുമ്പ് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അവിടെ രോഹിത്തിനായിരിക്കും ലേലം ഉറപ്പിക്കുന്നത്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്